ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ പഴയ യൂസ് ഇല്ലാതെ കിടക്കുന്ന പഴയ ADSL മോഡം കാണും. എല്ലാവരും ഇപ്പം ഒപ്റ്റിക്കൽ ഫൈബറിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. BSNLന്റെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിലേക്കും അതുപോലെ കേബിൾ ടിവിയുടെയൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറിലേക്കൊക്കെ മാറിയിട്ടുണ്ട് കൂടുതൽ സ്പീഡിന് വേണ്ടി. അപ്പോൾ സാധാരണ ഒരു BSNL ലൈൻ ADSL ലൈൻ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 10 Mbps കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 50 Mbps മിനിമം നമുക്ക് കിട്ടും. അതിനകത്തുനിന്ന് നമ്മളുടെ ഈ പഴയ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രോഡ്ബാൻഡ് മോഡത്തിന് യൂസ് ഒന്നും ഇല്ലാതാവുകയാണ്. ഇപ്പൊ നമ്മൾ D-Linkന്റെ അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ബ്രോഡ്ബാൻഡ് മോഡംസ് ആയിരിക്കും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒപ്റ്റിക്കൽ ലിങ്ക് വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ സാധാരണ ബ്രോഡ്ബാൻഡ് മോഡം ADSL മോഡം ഒപ്റ്റിക്കൽ ലിങ്കിന് വേണ്ടി നോർമൽ കേസിൽ ഒരു മീഡിയ കൺവേർട്ടർ ഒന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഈ മോഡം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് മോഡത്തിന്റെ വൈഫൈയുടെയൊക്കെ റേഞ്ച് കൂട്ടാൻ വേണ്ടി, നമ്മുടെ എക്സിസ്റ്റിംഗ് വൈഫൈയുടെയൊക്കെ റേഞ്ച് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വൈഫൈ ഇല്ലാത്ത ഒരു മോഡമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സിസ്റ്റിംഗ് മോഡത്തിനകത്ത് വൈഫൈ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡത്തിന്റെ വൈഫൈ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മോഡത്തിന്റെ വൈഫൈ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ വയർലെസ് നെറ്റ്വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സിസ്റ്റിംഗ് മോഡത്തിന് വൈഫൈ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മോഡത്തിന്റെ വൈഫൈ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ വയർലെസ് ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത് നമ്മളുടെ സാധാരണ ഒപ്റ്റിക്കൽ ഫൈബർ മോഡമാണ്. അപ്പൊ ഇത് നമ്മളുടെ ഡിഫറൻസ് നോക്കിയാൽ നമുക്കറിയാം. ഇതിന്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ മോഡത്തിനകത്ത് നമുക്ക് സർവീസ് പ്രൊവൈഡറുടെ സൈഡിൽ നിന്ന് വരുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഇപ്പൊ ഒരു മെയിൻ ഫൈബർ വന്ന് അതിനകത്തുനിന്ന് അതിന് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് അത് സ്പ്ലൈസ് ചെയ്ത് ഒരു സിംഗിൾ മോഡ് ഫൈബർ വഴി ഒരു ഫൈബറാണ് നമ്മളുടെ ഈ പറയുന്ന ഒപ്റ്റിക്കൽ മോഡത്തിലേക്ക് വന്ന് കയറുന്നത്. ആ സ്ഥാനത്ത് നമ്മളുടെ സാധാരണ ബ്രോഡ്ബാൻഡ് മോഡം ADSL മോഡം ആണെങ്കിൽ ഒരു RG11 കണക്ടറാണ്, ഒരു ട്വിസ്റ്റഡ് പെയർ കണക്ടർ ആയിരിക്കും അതിലേക്ക് വന്ന് കയറുന്നത്. നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ച് ഈ പറയുന്ന സ്പ്ലിറ്റർ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ബ്രോഡ്ബാൻഡ് സിഗ്നൽ ആയിരിക്കും ഈ RG11 കണക്ടറിലേക്ക് വരുന്നത്. അതിന്റെ സ്ഥാനത്ത് ഒപ്റ്റിക്കൽ ഫൈബർ മോഡത്തിന് ഇവിടെ ഒരു ഒപ്റ്റിക്കൽ ടു ഇലക്ട്രിക്കൽ അതുപോലെ ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ കൺവെർട്ടേഴ്സിന്റെ ഒരു സെറ്റ് ആയിരിക്കും ഇവിടെ നമ്മൾ പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഇത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് അതിന്റെ ഡീമോഡുലേഷനും ഡീസ്ക്രാംബ്ലിങ്ങും ഒക്കെ ഇതിന്റെ ബോർഡിലായിരിക്കും നടക്കുന്നത്. ഡീസ്ക്രാംബിൾ ചെയ്ത സിഗ്നൽ ആയിരിക്കും. പിന്നെ ഇതിനകത്തൊരു ഇന്റേണൽ ഒരു എതർനെറ്റ് സ്വിച്ച് കാണും. ആ എതർനെറ്റ് സ്വിച്ച് വഴി നമുക്ക് ഈ 2 എതർനെറ്റ് പോർട്ടിൽ ആ സിഗ്നൽസ് ഇന്റർനെറ്റ് അവൈലബിൾ ആവും. അതുപോലെ തന്നെ വൈഫൈ കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ എതർനെറ്റ് സ്വിച്ചിനോട് അസോസിയേറ്റ് ചെയ്ത് തന്നെ ഒരു വൈഫൈ കൺട്രോളർ കാണും, ഒരു വയർലെസ് ലാൻ കൺട്രോളർ കാണും. ആ വയർലെസ് ലാൻ കൺട്രോളർ വഴി നമുക്ക് ഈ വൈഫൈ ആന്റിന വഴി നമുക്ക് വയർലെസ് സിഗ്നൽസും കിട്ടും. ഒരു സാധാരണ മോഡൽ എടുത്ത് നോക്കിയാലും അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എതർനെറ്റ് സ്വിച്ചും കാണും, അതുപോലെ തന്നെ ഒരു വയർലെസ് ലാനിന് വേണ്ടി ഒരു 802.11 കൺട്രോളറും കാണും. ഈ 2 സംഭവങ്ങൾ ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആണ്. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത്, നമുക്കിവിടെ സർവീസ് പ്രൊവൈഡറുടെ സൈഡിൽ നിന്ന് ഒപ്റ്റിക്കൽ കണക്ഷനകത്ത് വരുന്ന ഒന്നൊരു ഹൈ ഡാറ്റ റേറ്റ് സിഗ്നൽ ആയിരിക്കും, ഇത് ഒപ്റ്റിക്കൽ സിഗ്നൽ ആയിരിക്കും. അപ്പൊ അവിടെ ഒപ്റ്റിക്കൽ ടു ഇലക്ട്രിക്കൽ കൺവേർഷൻ വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രോട്ടോകോൾ വെച്ചായിരിക്കും അതിനെ ഡീസ്ക്രാംബിൾ ചെയ്ത് ഡാറ്റ എടുക്കുന്നത്. ഇവിടെ സാധാരണ നമ്മളുടെ ADSL ലൈനിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും പ്രോട്ടോകോൾസ് വർക്ക് ചെയ്യുന്നത്. ADSL കൺസെപ്റ്റിലുള്ള പ്രോട്ടോകോൾസ് ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ മോഡത്തെ പ്രൈമറി റൂട്ടർ ആക്കിക്കൊണ്ട് സെക്കൻഡറി റൂട്ടറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ പഴയ യൂസ്ലെസ് ആയിട്ടുള്ള D-Linkന്റെ ഒരു ADSL മോഡത്തെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒരു സാധാരണ ഒരു ADSL ബ്രോഡ്ബാൻഡ് മോഡത്തിന്റെ ഇന്റേണൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു സർക്യൂട്ട് ബോർഡ് കാണാം. ഒരു SMD ബോർഡാണ്, മൾട്ടി ലെയർ SMD ബോർഡാണ്. ഇപ്പൊ നമ്മളിവിടെ ടെലിഫോൺ സിഗ്നൽ എന്ന് വെച്ചാൽ RG11 കണക്ടർ വഴി നമ്മളുടെ സാധാരണ എക്സ്ചേഞ്ചിൽ നിന്നുള്ള കണ്ടക്ടേഴ്സ് വഴിയുള്ള കണക്ടർ കൊടുക്കുന്നത് ഇവിടാണ്. ഇവിടെ ഒപ്റ്റിക്കൽ ലിങ്ക് അല്ല ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഡയറക്റ്റ് നമ്മളുടെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നുള്ള സിഗ്നൽ ആയിരിക്കും നമ്മൾ ഇതിലേക്ക് ഒരു സ്പ്ലിറ്റർ കഴിഞ്ഞ് കൊടുക്കുന്നത്. വൈറ്റ് ബാൻഡിനെ മാത്രം എടുത്ത് ഒരു സ്പ്ലിറ്റർ വഴി ഇതിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫിൽറ്റേഴ്സിന്റെ ഒരു സെറ്റൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു RG11ന്റെ ഒരു ലൈൻ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ലൈൻ ട്രാൻസ്ഫോമർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നൽ നേരെ ഇവിടെ വന്ന് കയറുന്നത് റിയൽടെക്കിന്റെ ഒരു ചിപ്പാണിത്. ഈ റിയൽടെക്കിന്റെ ചിപ്പ് ഒരു ADSL പ്ലസ് റൂട്ടർ കൺട്രോളർ സ്വിച്ച് ആണ്. ഈ ADSL പ്ലസ് റൂട്ടർ കൺട്രോളർ സ്വിച്ചിലായിരിക്കും ADSL
പ്രോട്ടോകോൾസ് വെച്ചുകൊണ്ടുള്ള ഡീകോഡിങ്ങും ഡീസ്ക്രാംബ്ലിങ്ങും ഒക്കെ നടക്കുന്ന ഈ ഒരു ചിപ്പിലായിരിക്കും. ഈ ചിപ്പിനകത്ത് നമുക്ക് ഒരു എതർനെറ്റ് ഔട്ട് കാണും. അവിടെ നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആയിരിക്കും. ആ ഡേറ്റ ഡയറക്റ്റ് നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നത് ഇത് റിയൽടെക്കിന്റെ ഒരു എതർനെറ്റ് സ്വിച്ച് ആണ്. ഫാസ്റ്റ് എതർനെറ്റ് സ്വിച്ച് ആണ്. റിയൽടെക്കിന്റെ തന്നെ ഒരു ഫാസ്റ്റ് എതർനെറ്റ് സ്വിച്ച് ആണ്. ഈ ഫാസ്റ്റ് എതർനെറ്റ് സ്വിച്ചിന്റെ ഒരു പോർട്ടിലേക്കായിരിക്കും നമ്മൾ ഈ ഡീകോഡ് ചെയ്ത ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത ഡേറ്റ ഇവിടെ ഉള്ള എല്ലാ ലാൻ പോർട്ടുകളിലും അവൈലബിൾ ആവും. ഈ ലാൻ പോർട്ടുകളിലെല്ലാം നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആവും. അതുപോലെ തന്നെ നമുക്കിത് വയർലെസ് മോഡം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു വയർലെസ് ലാൻ കൺട്രോളർ ഉണ്ട്. ഇതൊരു വയർലെസ് ലാൻ കൺട്രോളറാണ്. അതിന്റെ ക്രിസ്റ്റലാണിത്. 40 മെഗാഹെർട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ വയർലെസ് ലാൻ കൺട്രോളർ ഇതിനകത്തു നിന്നുള്ള ഡേറ്റ എടുത്തിട്ട് നമ്മൾ 802.11 സ്റ്റാൻഡേർഡിലായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ 2 ആന്റിന വഴി ട്രാൻസ്മിറ്റും റിസീവും ചെയ്യും. ഈ ഒരു വയർലെസ് ലൈൻ IC ഉള്ളത് കൊണ്ടാണ് നമുക്ക് വൈഫൈ എനേബിൾഡ് ആയിട്ട് ഈ മോഡം കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ മോഡത്തിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു യുസാർട്ട് സ്റ്റാൻഡേർഡില് നമുക്ക് ഈ പറയുന്ന കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഒരു യുസാർട്ട് പോർട്ട് ഉണ്ട്. TX-ഉം RX-ഉം ഒക്കെ ഇവിടെ നോക്കിയാൽ കാണാം. ഇതൊരു യുസാർട്ട് പോർട്ടാണ്. നമ്മളുടെ ഈ റിയൽടെക് ADSL പ്ലസ് റൂട്ടർ IC-യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഒരു പോർട്ടാണിത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ ഓരോ എതർനെറ്റ് പോർട്ടിലേക്കും RJ45 പോർട്ടിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊരു ട്രാൻസ്ഫോമർ, ഇവിടെ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. എതർനെറ്റ് ഐസൊലേഷൻ ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് 2 പോർട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 4 പോർട്ടാണ് ഈ മോഡത്തിനുള്ളത്. അതുകൊണ്ട് ടോട്ടൽ 2 ട്രാൻസ്ഫോമറിന്റെ പാക്കേജാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ കാണുന്നത്. പിന്നെ ബോർഡിന്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫാക്ടറി റീസെറ്റ് ചെയ്യാനുള്ള ഒരു റീസെറ്റ് സ്വിച്ച് ഇവിടെ കാണാം. ഈ റീസെറ്റ് സ്വിച്ച് നമുക്ക് പുറത്ത് നിന്നും ആക്സസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടായിരിക്കും, ബോഡിയിൽ ഒരു ഹോൾ ഇട്ടിട്ടായിരിക്കും കമ്പനി അത് പുറത്തിറക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു യൂസർക്ക് പോലും ഈ സ്വിച്ചിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പിന്നോ വല്ലതും ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് പ്രസ്സായി മോഡം റീസെറ്റ് ആവും. അപ്പൊ ഈ ഒരു മോഡത്തിന്റെ ഈ ADSL സൈഡ് നമുക്കിനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി വന്നു. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പകരം ഈ എതർനെറ്റ് ഫാസ്റ്റ് എതർനെറ്റ് സ്വിച്ചിനെ, ഇവിടുത്തെ ഈ വയർലെസ് ലാൻ കൺട്രോളറിനെ നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മോഡത്തെ നമ്മളൊരു സെക്കൻഡ് ആക്സസ് പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഇതിനെ ജസ്റ്റ് ഒരു സ്വിച്ച് ആയിട്ട്, ഒരു വയർലെസ് റൂട്ടർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. വയർലെസ് റൂട്ടർ ആകുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് വയർലെസ് സിഗ്നൽസും കിട്ടും. അതുപോലെ ഡിവൈസസിന്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എതർനെറ്റ് പോർട്ടിൽ നിന്ന് നമുക്കൊരു 3 കമ്പ്യൂട്ടർ വേണമെങ്കിൽ എക്സ്ട്രാ കണക്ട് ചെയ്യാനും പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നമ്മളുടെ വയർലെസ് മോഡത്തിന്റെ കൂടെ, ഇപ്പൊ നമ്മളുടെ ഈ ബ്രോഡ്ബാൻഡ് മോഡത്തിന്റെ കൂടെ കിട്ടിയ അഡാപ്റ്റർ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. അഡാപ്റ്റർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യാം. ഇത് സ്വിച്ച് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തപ്പോൾ മോഡം സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പൊ മോഡം കംപ്ലീറ്റ് ഓൺ ആയിട്ടുണ്ട്. വൈഫൈ എനേബിൾഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകേണ്ടത്, ഈ മോഡത്തെ ആദ്യം നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനകത്തൊരു കോൺഫിഗറേഷൻ ഫയലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോൺഫിഗർ ചെയ്ത ഒരു മോഡമായിരിക്കും. നമ്മളുടെ BSNL ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇന്റർനെറ്റിന് വേണ്ടി നമ്മൾ കോൺഫിഗർ ചെയ്ത ഒരു മോഡമായിരിക്കും ഇത്. അപ്പൊ നമ്മൾ ഇതിനെ റീസെറ്റ് ചെയ്യാൻ പോകണം. ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്വിച്ചിൽ ലോങ് പ്രസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മോഡം റീസെറ്റ് ആയി. ഇപ്പോൾ വൈഫൈയുടെ ഒക്കെ ഇൻഡിക്കേറ്റർ ഓഫായി വീണ്ടും റീസ്റ്റാർട്ട് ആയി വരികയാണ്. ഇപ്പോൾ നമ്മളുടെ മോഡം കമ്പനി ഡിഫോൾട്ട് സെറ്റിംഗ്സിലായിരിക്കും ഇതിന്റെ ഓപ്ഷൻസ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ മോഡത്തിന്റെ ഏതെങ്കിലും ഒരു ലാൻ കണക്ടറിനെ എടുത്തിട്ട് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഈ ഒരു എതർനെറ്റ് പോർട്ടിനെ
RJ45 കേബിൾ വഴി സിസ്റ്റവുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുക. സിസ്റ്റത്തിന്റെ RJ45 പിന്നുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുക. നമ്മൾ കണക്ട് ചെയ്ത പിന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LED കത്തിയിട്ടുണ്ട്, ലാൻഡ് LED കത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൽ നമ്മളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിഫോൾട്ട് നമ്മളുടെ റൂട്ടറിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.1 ആയിരിക്കും. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് സാധാരണ ഡീലിംഗ് മോഡത്തിന്റെയും അതുപോലുള്ള സാധാരണ എല്ലാ ബ്രോഡ്ബാൻഡ് മോഡങ്ങളുടെയും പാസ്വേഡും അഡ്മിൻ സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. രണ്ട് സ്മോൾ ലെറ്ററിൽ അഡ്മിൻ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോഡത്തിന്റെ റൂട്ടറിന്റെ പേജ് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മളുടെ മോഡത്തിന്റെ റൂട്ടറിന്റെ പേജാണ്. അപ്പൊ ആ റൂട്ടറിന്റെ പേജിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോക്കൽ നെറ്റ്വർക്ക് എടുക്കുക. ലോക്കൽ നെറ്റ്വർക്ക് എടുത്തതിന് ശേഷം അതിനകത്ത് DHCP സെർവർ സെറ്റിംഗ്സിൽ പോയി അത് നണ്ണാക്കുക. അല്ലെങ്കിൽ ചില മോഡത്തിൽ അത് ഡിസേബിൾഡ് ആക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ DHCP മോഡ് ഡിസേബിൾഡ് ആക്കുക. DHCP എന്ന് വെച്ചാൽ ഒരു സെർവറാണ്. DHCP എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെർവറാണ്. അപ്പൊ അങ്ങനെ സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെർവർ ആയിരിക്കും അതിലെ ക്ലയന്റ്സിന് വേണ്ട ഡൈനാമിക് IP പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് DHCP സെർവർ നണ്ണാക്കുക, അല്ലെങ്കിൽ അത് ഡിസേബിൾഡ് ആക്കുക. അതിനുശേഷം വീണ്ടും ലോക്കൽ നെറ്റ്വർക്ക് വരിക. അതിൽ ലാൻ ഇന്റർഫേസ് എടുക്കുക. ലാൻ ഇന്റർഫേസ് എടുത്തിട്ട് ഇപ്പോൾ നമ്മളുടെ മോഡത്തിന്റെ IP അഡ്രസ് അല്ലെങ്കിൽ നമ്മുടെ ഈ റൂട്ടറിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.1 ആണ്. അപ്പൊ ഇതിപ്പോ നമ്മളിവിടെ യൂസ് ചെയ്താലുള്ള പ്രശ്നം, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു എക്സിസ്റ്റിംഗ് മോഡം ഉണ്ട്. അപ്പൊ അതിനെ പ്രൈമറി മോഡം ആക്കിയിട്ട് ഇതിനെ സെക്കൻഡറി സ്വിച്ച് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ എക്സിസ്റ്റിംഗ് സ്വിച്ച് മോഡത്തിന്റെയും IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.1 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എടുത്ത ഈ ADSL മോഡത്തിന്റെ IP അഡ്രസ് മാറ്റുകയാണ്. ഇത് ഞാൻ 192.168.1.7 ആക്കിയാണ്. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ടൊരു 1.7 ആക്കുക. അതിനുശേഷം ഞാൻ ഈ IGMB ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. ഇത്രയും ചെയ്തതിനു ശേഷം ഞാനിവിടെ സേവ് ചേഞ്ചസ് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഈ മോഡത്തിന്റെ പേജ് ആക്സസ് ചെയ്യണമെങ്കിൽ എന്റെ പുതിയ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാസ്വേഡ് കൊടുത്ത് കയറുക. അഡ്മിൻ കൊടുത്ത് കയറുക. അതിനുശേഷം നമ്മൾ കൊടുത്ത സെറ്റിംഗ്സ് ഒക്കെ അവിടെ ഉണ്ടോ എന്ന് ആണെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ വയർലെസ് സെറ്റപ്പിലേക്ക് പോവുക. വയർലെസ് സെറ്റപ്പിൽ പോയിട്ട് ബേസിക് വയർലെസ് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ SSID കൊടുക്കാം. ഇപ്പൊ SSID എന്ന് പറയുന്നത് നമ്മളിപ്പം ഡിഫോൾട്ട് കമ്പനിയുടെ പേരായിരിക്കും സാധാരണ വരുന്നത്. അത് മാറ്റി വേണമെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് വയർലെസ് മോഡത്തിന്റെ മെയിൻ വയർലെസ് മോഡത്തിന്റെ SSID തന്നെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ വരുന്ന മെയിൻ വൈഫൈ മോഡത്തിന്റെ SSID തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെങ്തിനനുസരിച്ച് സ്വിച്ച് ചെയ്യും. ഏതാണോ സ്ട്രെങ്ത് കൂടിയ വൈഫൈ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലും TV ഒക്കെ സ്വിച്ച് ചെയ്യും. സ്മാർട്ട് TV ആണെങ്കിൽ സ്മാർട്ട് TV ഒക്കെ സ്വിച്ച് ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് SSID എന്ന് പറയുന്നത് എന്റെ പേര് തന്നെ കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്റെ പേര് അംശു എന്ന് SSID കൊടുത്തു. അതിനുശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓരോന്ന് ചെയ്തിട്ട് നമ്മളിവിടെ അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. ഇത് സേവ് ആയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട വയർലെസ് സെറ്റപ്പിൽ പോയി വയർലെസ് സെക്യൂരിറ്റി പോയി നമ്മളുടെ വയർലെസ് ലൈനൊരു പാസ്വേഡ് കൊടുക്കുക, ഒരു എൻക്രിപ്ഷൻ കൊടുക്കുക. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ പാസ്വേഡ് കൊടുക്കുകയാണ്. ഒരു പാസ്വേഡ് കൊടുത്തു അപ്ലൈ ചേഞ്ചസ് കൊടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ വീണ്ടും അത് സേവ് ആവും. ഇപ്പോഴിത് സേവ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ പേജ് ക്ലോസ് ചെയ്യാം. സെറ്റിംഗ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പേജ് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ ADSL മോഡത്തെ
കമ്പ്യൂട്ടറിന്റെ RJ45 നിന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ മോഡം ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളൊരു RJ45 കേബിൾ വെച്ച് ഇതിനെ കണക്ട് ചെയ്യാം. ഈ ഒപ്റ്റിക്കൽ ഫൈബർ മോഡത്തിന് ആകെ 2 ലാൻ കണക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, 2 എതർനെറ്റ് കണക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനും നമ്മളുടെ ഈ സെക്കൻഡ് AP യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു പോർട്ടിലേക്ക് നമ്മളുടെ ഒരു RJ45 പിൻ കൊടുത്തു. അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിനെ നമ്മളുടെ കോൺഫിഗർ ചെയ്ത ADSL മോഡത്തിന്റെ കോൺഫിഗറേഷൻ മീൻസ് നമ്മൾ ജസ്റ്റ് IP അഡ്രസ് ഒക്കെ മാറ്റി കൊടുത്ത ADSL മോഡത്തിന്റെ ഏതെങ്കിലും ഒരു ലാൻ കണക്ടറിലേക്ക് നമ്മൾ ഇതിനെ കൊടുത്തു. ഇപ്പോഴങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ഹൈ സ്പീഡ് ലാൻ സ്വിച്ചിങ് ICക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആയി. അങ്ങനെ ഇന്റർനെറ്റ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ഈ 3 എതർനെറ്റ് പോർട്സിലും അതുപോലെ ഇതിന്റെ വൈഫൈയിലും നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആവും. അപ്പൊ നമുക്കൊന്ന് നോക്കാം മൊബൈലിൽ എങ്ങനെ ആയിരിക്കും നോക്കാം. ഇവിടെ മൊബൈലിന്റെ വൈഫൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പൊ 2 വൈഫൈ കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം കാണിക്കുന്നത് BSNL കേബിൾ TV ആണ്. BSNL കേബിൾ TV നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ മോഡമാണ്, FTTP മോഡമാണ്. പിന്നെ അതിന് അടുത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത AP എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ റൂട്ടറായിട്ട് സെറ്റ് ചെയ്ത പഴയ ADSL മോഡത്തിന്റെ നെറ്റ്വർക്കും കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ SSID നെയിം കൊടുത്തത് അംശു എന്നാണ്. അപ്പോൾ അത് അംശു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അംശുവിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ കൊടുത്ത പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഇത് കണക്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് നെറ്റ് നോക്കാം. ഇപ്പം ഇവിടെ വീണ്ടും നമ്മളുടെ ഫോണിൽ നെറ്റ് കിട്ടി. ഇതിനകത്ത് ഇപ്പം നമ്മളുടെ ഫോണിൽ 50 Mbps ഏകദേശം 50 Mbps നെറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോണിൽ നമുക്ക് നെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് കിട്ടുന്നത് നമ്മളുടെ ഈ സെക്കൻഡ് റൂട്ടർ വഴിയാണ്. നമ്മൾ ഈ സെക്കൻഡറി ആയിട്ട് സെറ്റ് ചെയ്ത നമ്മുടെ റൂട്ടർ വഴിയാണ്. ഇപ്പോൾ നമ്മൾ ഡേറ്റ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവിടെ ഡേറ്റ റീഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വൈഫൈ നിന്നാണ് നമുക്കിപ്പോൾ ഡേറ്റ കിട്ടുന്നത്. ഇപ്പോൾ ഈ പറയുന്ന മോഡത്തെ നമുക്ക് ഈ പറയുന്ന റൂട്ടറായിട്ട് സെറ്റ് ചെയ്ത നമ്മുടെ പഴയ ADSL മോഡത്തെ നമുക്ക് വീടിന്റെ ഹാളിലോ അല്ലെങ്കിൽ നമുക്ക് റേഞ്ച് ഇല്ലാത്ത വേറൊരു റൂമിലോട്ടോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ നമുക്ക് നല്ല കവറേജ് കിട്ടും. അതുപോലെ ഈ റൂമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് മോഡത്തിൽ നിന്നുള്ള റേഞ്ചും കിട്ടും. അങ്ങനെ വീടിന് ഫുൾ കവറേജ് കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 50 Mbps ലൈൻ എടുത്തിട്ട് ഇങ്ങനെ 2-3 AP ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തൊക്കെ ഡിവൈസസ് കണക്ട് ആകുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ ഡിവൈസസിനൊക്കെ ലാഗ് വരും. കാരണം എല്ലാ ഡിവൈസും കണക്ട് ആവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഒരു സാധാരണ ADSL മോഡം എന്ന് പറയുമ്പോൾ അതിന്റെ സ്വിച്ചിന്റെ സ്പീഡൊക്കെ മാക്സിമം 100 Mbps ഒക്കെ ആയിരിക്കും. അത്ര ഹൈ സ്പീഡ് സ്വിച്ച് ആവണമെന്നില്ല അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒപ്റ്റിക്കൽ ഫൈബർ മോഡത്തിന്റെ സ്വിച്ച് എന്നൊക്കെ പറയുമ്പോൾ റൂട്ടർ സ്വിച്ച് എന്നൊക്കെ പറയുന്നത് ഒന്നൂടെ ഹൈ സ്പീഡ് സ്വിച്ചസും ഹൈ സ്പീഡ് വയർലെസ് ലാൻ സ്റ്റാൻഡേർഡ്സും ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നൂടെ ഹൈ സ്പീഡ് ഡാറ്റ കിട്ടുന്നത് ഒരു പക്ഷേ നമ്മളുടെ പ്രൈമറി റൂട്ടറിൽ നിന്ന് തന്നെ ആയിരിക്കും. എങ്കിലും ഒരു മിനിമം 20 Mbps നമുക്ക് ഈ പറയുന്ന നമ്മൾ സെക്കൻഡറി AP ആയിട്ട് സെറ്റ് ചെയ്ത റൂട്ടറിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും.